പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മൾ പോളിംഗിന്റെ പിറ്റേ ദിവസം കണ്ടപ്പോൾ അങ്ങൊരു ഒബ്സർവേഷൻ നടത്തിയിരുന്നു. പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഫലം വന്നപ്പോൾ വലിയ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ സംശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനൊരു സംശയമല്ല ഉണ്ടായിരുന്നത്. പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന അനുഭാവികളുടെ കാര്യമാണുള്ളത്. അനുഭാവികൾ എല്ലാ ഭാഗത്തും അനുഭാവികൾ പണ്ടത്തെ പോലെ ഒരുമിച്ച് LDFന് വോട്ട് ചെയ്തിട്ടില്ല. അത് പൊന്നാനിയിൽ മാത്രമല്ല, അത് പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും വടകരയിലും കാസർഗോഡും ഒക്കെ പ്രസക്തമാണ്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അത് പ്രസക്തമാണ്. അത് ഇടതുപക്ഷത്തിന് സാധാരണയായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അനുഭാവികളുണ്ട്. ആ അനുഭാവികളുടെ എണ്ണത്തിൽ അവർ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് മാത്രമല്ല, തിരിച്ചു മറിച്ചൊക്കെ അവർ വോട്ട് ചെയ്യും. അവരൊരു നിഷ്പക്ഷമതികളാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 20% കേരള രാഷ്ട്രീയത്തിൽ അവരുണ്ട്. അവരുടെ വോട്ട് വേണ്ട വിധത്തിൽ LDFന് കിട്ടിയില്ല. അത് ഇത്തവണ UDF ക്യാമ്പുകളിലേക്ക് പോയി. UDF ക്യാമ്പ് അല്ല അവർ ഉദ്ദേശിച്ചത്, ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുക എന്നാണ് അവർ ധരിച്ചത്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ LDF ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ വിജയിച്ചിട്ടില്ല. പക്ഷേ അവർ ധരിച്ചിരുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നയാൾ തന്നെ, രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ് കേരളം. അതുകൊണ്ട് നേരിട്ട് അവർക്ക് തന്നെ പോയി വോട്ട്, അത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ നമ്മൾ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ PV അൻവർ മത്സരിച്ചപ്പോൾ വലിയ പരാജയം ഉണ്ടായി. 1,87,000 വോട്ട്. പക്ഷെ അങ്ങ് അത് 2,35,000 മുകളിലേക്ക് എത്തുന്നു. പക്ഷെ അപ്പോഴും പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ 50,000 വോട്ട് നേടി. പക്ഷെ അങ്ങേക്ക് കിട്ടിയത് 48,000 വോട്ടുകളാണ്. അതൊരു കുറവ് വന്നത് പാർട്ടി വോട്ടുകൾ പൊന്നാനി, അതെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ വേരുറപ്പുള്ള പൊന്നാനി മണ്ഡലത്തിൽ പൂർണ്ണമായും വോട്ട് അങ്ങേക്ക് അനുകൂലമാകുക എന്നതിന്റെ തെളിവല്ലേ? 40,000 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ചിലത് പോലും പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ 15,000 നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു പൊതു ട്രെൻഡായിരുന്നു. ഈ ട്രെൻഡിൽ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ച് നോക്കിയാൽ നടക്കില്ല. മലവെള്ളം കുലം കുത്തി ഒഴുകുമ്പോൾ ചെറിയ മരങ്ങളൊന്നും നിൽക്കില്ല, അതൊക്കെ പുറകെ വീഴും. അതിന് ആ മരത്തിന് വേരുറപ്പുണ്ടായിരുന്നല്ലോ, ഈ മരത്തിന് അങ്ങനെയൊന്നും ചിന്തിച്ച് കാര്യമില്ലാന്ന്. വേരുറപ്പുള്ള മരത്തിന് കടപുഴക്കി വിടും. അങ്ങനത്തെ കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടന്ന ഒരു കുത്തൊഴുക്കായിരുന്നു. ആ കുത്തൊഴുക്ക് ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടായിരുന്നു. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ആര് എന്നതായിരുന്നു. അതിന് യോജിച്ചത് ഇന്ത്യ മുന്നണിയാണെന്ന് ജനം മനസ്സിലാക്കി. ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ജനം കൂട്ടത്തോടുകൂടി അങ്ങോട്ട് വോട്ട് ചെയ്തു. ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അങ്ങ് ഇലക്ഷന്റെ സമയത്തെല്ലാം പറഞ്ഞത് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട്, അതുപോലെ ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട്, തങ്ങളെ സ്നേഹിക്കുന്നവരുടെ വോട്ട്, അതെല്ലാം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആര് പറഞ്ഞു കിട്ടിയില്ല എന്നല്ല, ഇല്ലെങ്കിൽ ഇതാണോ ഉണ്ടാവുക? കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ തന്നെ ഭൂരിപക്ഷം ഇരട്ടിച്ചില്ലേ? 100-150% വർദ്ധിച്ചല്ലോ. ഇവിടെ വർദ്ധിച്ചില്ലല്ലോ, ചെറിയ വർധനയല്ലേ ഇവിടെ ഉണ്ടായത് മലപ്പുറം പൊന്നാനി. ആ വർദ്ധിച്ചത് തന്നെ SDPയുടെ വോട്ടും കൂടി കൂട്ടിയിട്ടല്ലേ. ഇപ്പൊ 2 ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തവണയുണ്ട്. 6,000 വോട്ടേ കുറവുള്ളൂ. 26,000 വോട്ട് SDPക്ക് ഉണ്ടെന്ന് അവരെന്നെ അവകാശപ്പെടുന്നുണ്ട്. ആ വോട്ടും കൂടി അതിന് എത്രയുള്ളത്? അത് ചെറിയ മാർജിനല്ലേ വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് മറ്റിടത്തൊക്കെ അങ്ങനെയല്ല വന്നത്. അവർ 100-150% ഇരട്ടിക്കേ ചെയ്തു ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം ഇവിടെ ഇരട്ടിക്കാതിരിക്കാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ വർക്കൗട്ട് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊന്നല്ലായിരിക്കില്ല സ്ഥിതി. UDFന് വോട്ട് കൂടാൻ കാരണം SDPI ആണോ? അല്ല, അവര് അതിനെ നിഷേധിക്കാൻ കഴിയില്ലോ. പ്രഖ്യാപിച്ച പിന്തുണയല്ലേ അത് പ്രഖ്യാപിതമായ പിന്തുണകളാണ്. അതൊന്നും അവർ നിഷേധിക്കില്ലല്ലോ. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാധ്യമ പത്രത്തിലൊക്കെ SDPയുടെയും വെൽഫെയർ ഫണ്ട് ഒക്കെ പറയുന്നുണ്ട്. അങ്ങയുടെ ഏറ്റവും പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. അത് ലീഗ് അംഗീകരിച്ചില്ല, അത് തിരസ്കരിച്ചു എന്ന് കരുതാൻ പറ്റുമോ? അത്രയും മൂർച്ചയേറിയ കടന്നാക്രമണം ലീഗിനോട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, അതിന് പുതിയ മേഖലകളിലേക്ക് അത് മാറ്റാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് പ്രസക്തമായതില്ലെങ്കിൽ ഞാൻ ഇത് എന്നും ഒഴുകിപ്പോകുമായിരുന്നു ഈ കുത്തൊഴുക്കിൽ. അതുകൊണ്ടാണ് ഒരു പക്ഷേ കോഴിക്കോടും പാലക്കാടും അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ ഉണ്ടായ ഒരു വലിയ മുന്നേറ്റം ഉണ്ടല്ലോ, അത് പൊന്നാനിയിൽ ബാധിക്കാതിരിക്കാൻ കാരണം ഞാൻ ആ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ്. ആരോപണം ഉന്നയിക്കുകയും ഇവിടുത്തെ ജനത സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഈ നടന്ന കാര്യങ്ങളിൽ ഇതുവരെയുള്ള കണക്കുകളുടെ പ്രകാരം പാർട്ടിയുമായിട്ട് ആലോചിക്കുകയോ പാർട്ടിയിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമോ? പാർട്ടി ചർച്ച ചെയ്യും. ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം വേറെ, പാർട്ടികളുമായി മുന്നണി നേതാക്കളെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അതിൽ ഒന്നുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ വിലയിരുത്തും.
പാർട്ടിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. പാർട്ടിയുടെ സെക്കൻഡ് ലൈനിലൊക്കെ ഉള്ള പ്രവർത്തകർ, ടോപ്പ് ലീഡേഴ്സ് മാത്രമല്ല, സെക്കൻഡ് ലൈനിലൊക്കെ ആത്മാർത്ഥമായി വർക്ക് ചെയ്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. നന്ദിയോടെ സ്മരിക്കുകയാണ് ഞാൻ, അവരെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇടതുപക്ഷത്തിനൊപ്പം തുടരും ഇനി. അതെ, ഈ പോരാട്ടത്തിന് ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ തുടരും. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇപ്രകാരമാണ്: ആകെ ഉള്ള കുത്തൊഴുക്കിൽ പൊന്നാനിയും പെട്ടു. സമസ്തയുടെയും AP വിഭാഗത്തിന്റെ എല്ലാം പിന്തുണ കിട്ടിയതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം ഇവിടെയെങ്കിലും നിർത്താനായത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18.